ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ ഇത്രയ്ക്ക് സമരം എന്തിനാണ്? ഈ പരിഷ്കാരങ്ങളോട് മുഖം തിരിക്കുന്നത് എന്തിനാണ്? കാലോചിതമായ പരിഷ്കാരമല്ലേ, അത് വേണ്ടേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടത് എല്ലാ യൂണിയനുകളും ഒന്നിച്ച് സമരത്തിനിറങ്ങുന്നതാണ്. പക്ഷേ CITU പ്രഖ്യാപിച്ച സമരം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് കണ്ടതും ടെസ്റ്റ് പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് INTUC അടക്കമുള്ള സംഘടനകൾ ആവർത്തിച്ച് നിലപാടെടുക്കുന്നതാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത്. അതുകൊണ്ട് എന്താ ഫലം? മിക്കയിടങ്ങളിലും ടെസ്റ്റ് മുടങ്ങി വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുകയും ചെയ്തു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സുജ, ഇന്ന് കോഴിക്കോട്ട് ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലും ടെസ്റ്റ് നടക്കുന്നില്ല. നമ്മൾ പ്രധാനപ്പെട്ട ചേവായൂർ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ രാവിലെ പോയിരുന്നു. അവിടെയും ടെസ്റ്റ് മുടങ്ങിയിരിക്കുന്നു. ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഏജന്റുമാരും തന്നെ ഈ ടെസ്റ്റിനോട് സഹകരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊടുവള്ളി സബ് RTO ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലാണ്. ഇവിടേക്ക് ഇന്ന് രാവിലെ MVD ഉദ്യോഗസ്ഥർ വന്നിരുന്നു. ആ ഉദ്യോഗസ്ഥരെ ഇവിടെ രാവിലെ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ തടഞ്ഞിരുന്നു. അതിനുശേഷം മറ്റ് ടെസ്റ്റിന് വേണ്ടി ആരും എത്താത്തത് കൊണ്ട് അവർ മടങ്ങിപ്പോയി. ഇപ്പോൾ ഇതിൻ്റെ സമരസമിതി ആളുകളും ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകളും ഇവിടെ ഉണ്ട്. നിങ്ങൾ ടെസ്റ്റ് നടത്തില്ല എന്ന് തന്നെയാണ് പറയുന്നില്ല? ഇന്നൊരു കാരണവശാലും ഇന്ന് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇന്ന് മാത്രമാണ് ഇത് എന്ന് വരെ സമരം? അനിശ്ചിതകാല സമരം 4/2024 സർക്കുലർ പിൻവലിക്കുന്നവരെ അനിശ്ചിതകാലം കേരളത്തിൽ AKMDS ഉൾപ്പെടെയുള്ള INTUC ഉൾപ്പെടെ BMS ഉൾപ്പെടെയുള്ള സംയുക്ത സമരസമിതി ഇനി മുതൽ ഈ പരിഷ്കാരം പിൻവലിക്കാതെ ടെസ്റ്റുകൾ. CITU ഏത് പശ്ചാത്തലത്തിലാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്? CITU ഏത് വശത്തിലാണ് അറിയില്ല. ഞങ്ങൾ ഈ സമരം ആരംഭിച്ചപ്പോൾ CITU മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്നലെയാണ് പെട്ടെന്ന് അറിയുന്നത് അവർ സമരം പിൻവലിച്ചു. ഞങ്ങൾ അറിയുന്നു. അവർക്ക് ന്യായമായിട്ട് അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞോ? അവരാവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരം ഇവിടെ നിലനിൽക്കില്ലല്ലോ. ഇല്ല, സർക്കാരിൻ്റെ ഭാഗത്ത് ഈ 86 ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് പോലും ഇല്ല. ഇല്ലാതെ ഗ്രൗണ്ടുകൾ അനുവദിച്ചു തന്നാൽ ഈ ഗ്രൗണ്ട് പരിപാലിക്കില്ല. എല്ലാ പ്രൈവറ്റ് മേഖല അസോസിയേഷൻ്റെ അസോസിയേഷന്റെ ഗ്രൗണ്ടാണ്. അസോസിയേഷൻ്റെ പേരിലാണ്. ഈ ഗ്രൗണ്ട് പോലും അസോസിയേഷന്റെ ഗ്രൗണ്ടാണ്. സർക്കാരിന് ഇത്തരത്തിൽ ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടുകൾ പോലുമില്ല. ഇപ്പോൾ ഈ കൊടുവള്ളിയിൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അസോസിയേഷൻ മുൻകൈ എടുത്തുകൊണ്ട് സജ്ജമാക്കിയ ഗ്രൗണ്ടിലാണ് എന്നുള്ളത് കൂടി അറിയേണ്ട കാര്യമാണ്. കാരണം പുതിയ ടെസ്റ്റിംഗ് രീതിയിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് സർക്കാർ സംവിധാനങ്ങളെങ്കിലും സജ്ജമാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.